Good afternoon. So, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് വേവ് ഒപ്റ്റിക്സിനെ കുറിച്ചാണ്. എന്താണ് വേവ് ഒപ്റ്റിക്സ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ? അതായത് ഒരു ലൈറ്റ് എപ്പോഴും ഒരു വേവ് എന്നുള്ള രീതിയിലാണ് പാസ് ചെയ്യുന്നത് അല്ലേ? ഇനി അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡുവൽ നാച്ചുറൽ റേഡിയേഷൻ മാറ്റർ. എന്താണ് ഡുവൽ നാച്ചുറൽ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടോ? ഡുവൽ സിം എന്നുള്ള കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ടോ? എന്താ ഡുവൽ സിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഫോണിൽ തന്നെ 2 സിം ഉപയോഗിക്കുന്നതിന് ഡുവൽ സിം എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ എന്താ ഡുവൽ നാച്ചുറൽ റേഡിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റേഡിയേഷൻ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അതിൻ്റെ 2 നേച്ചറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെ നേച്ചർ ഉണ്ടാവും? ഓൾറെഡി നമ്മൾ പഠിച്ച് ലൈറ്റ് ഒരു വേവ് ആണ്, അപ്പോൾ ഇതിന് എന്തായാലും ഒരു വേവ് നേച്ചർ ഉണ്ടാവും. അതേപോലെ തന്നെ അത് ഏത് പ്രോപ്പർട്ടി ഉണ്ട്? ഒരു പാർട്ടിക്കലിൻ്റെ പ്രോപ്പർട്ടി കൂടി ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ലൈറ്റിന് 2 പ്രോപ്പർട്ടി ഉള്ളതുപോലെ തന്നെ മാറ്ററിനും 2 പ്രോപ്പർട്ടി ഉണ്ട്. ഏതൊക്കെയാണ് ലൈറ്റിൻ്റെ 2 പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ വേവ് പ്രോപ്പർട്ടി ഉണ്ടാവും, പാർട്ടിക്കൽ നേച്ചർ ഉണ്ടാവും. അതേപോലെ ഒരു പാർട്ടിക്കൽ നേച്ചർ ഓൾറെഡി ഉണ്ടാവും, മാത്രമല്ല അതിനൊരു വേവ് നേച്ചറും കൂടി ഉണ്ടാവും. ഇനി നമ്മൾ ഡുവൽ നാച്ചുറൽ റേഡിയേഷൻ മാറ്ററിൽ ഫസ്റ്റ് പഠിക്കേണ്ടത് ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ പഠിച്ചത്? വേവ് ഒപ്റ്റിക്സിനെ കുറിച്ച് പഠിച്ചില്ലേ? ഇനി ആ വേവ് ഒപ്റ്റിക്സ് എന്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി? ഡിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി, ഇൻ്റർഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി, പോളറൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ പാർട്ടിക്കൽ നേച്ചറിനെ കുറിച്ചാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ പാർട്ടിക്കൽ നേച്ചർ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആരെ കൊണ്ട് ഏത് നേച്ചർ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല? വേവ് നേച്ചർ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു ലൈറ്റിൻ്റെ പാർട്ടിക്കൽ നേച്ചർ എടുത്താൽ മാത്രമേ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ വേവ് നേച്ചർ കൊണ്ട് അധിക കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. പക്ഷേ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് ശേഷമാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പാർട്ടിക്കൽ നേച്ചർ വേണമെന്നതും ലൈറ്റിന് പാർട്ടിക്കൽ നേച്ചർ കൂടി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തതായി വരുന്ന ഫോട്ടോൺസ് ആണ്. ഓൾറെഡി നിങ്ങൾ കെമിസ്ട്രി അറ്റോമിക് സയൻസിൽ പഠിച്ചതാണ്. ഏതൊരു ഇലക്ട്രോമാഗ്നറ്റിക് ആയിക്കോട്ടെ അത് മൂവ് ചെയ്യുന്നത് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓൾറെഡി അത് വേവ് എന്നുള്ള കാര്യം അറിയാം. മാത്രമല്ല എ ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ഓഫ് എനർജി വിച്ച് ഇസ് ട്രാവലിംഗ് ഇൻ ദ ഫോം ഓഫ് എ വേവ്. ഓരോ പാക്കറ്റ്സ് ഓഫ് എനർജി ഉണ്ടാവും. ആ കുറേ പാക്കറ്റ്സ് ഓഫ് എനർജി ഒരു വേവ് എന്നുള്ള രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു വേവ് പ്രോപ്പർട്ടി ഉണ്ട്, മാത്രമല്ല അതിന് എന്തുകൊണ്ട് പാർട്ടിക്കൽ നേച്ചറും കൂടിയാണ്. ഇനി എന്താ ഈ ഫോട്ടോൺസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ലൈറ്റ് വേവ് ഓരോ പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന്. ആ ഒരു പാക്കറ്റ്സ് ഓഫ് എനർജീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോൺസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ലൈറ്റിൻ്റെ കേസിൽ നമ്മൾ ഫോട്ടോൺസ് വിളിക്കും. പക്ഷേ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ കേസിൽ നമ്മൾ ജനറലായിട്ട് ക്വാണ്ട എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ക്വാണ്ടം തിയറി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് പ്രകാരം ഓരോ പാക്കറ്റ്സ് ഓഫ് എനർജി നമ്മൾ ക്വാണ്ട എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ലൈറ്റിൻ്റെ കേസിൽ നമ്മൾ ഒരു പാക്കറ്റ്സ് ഓഫ് എനർജിയെ ഫോട്ടോൺസ് എന്നാണ് വിളിക്കുന്നത്. ഇനി എന്താ ക്വാണ്ടം തിയറി പറയുന്നത് വെച്ചാൽ എല്ലാ ലൈറ്റിലും സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജിയാണ്. അത് ഡിസ്ക്രീറ്റ് ആണ് എന്ന് വെച്ചാൽ ഒരു പാക്കറ്റ്സ് ഓഫ് എനർജി ഓരോ ഇൻഡിജർ മൾട്ടിപ്ലൈ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ലൈറ്റ് എന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂസ് എനർജി അല്ല ഉണ്ടാവുക. ഓരോ സ്ഥലത്ത് എനർജി ഡിസ്ക്രീറ്റ് ആയിട്ട് അത് വേവ് എന്നുള്ള രീതിയിൽ പാസ് ചെയ്യുക. വേവ് എന്നുള്ള രീതിയിൽ പാസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവുമല്ലോ, അതിനൊരു വേവ് ലെങ്ത് ഉണ്ടാവുമല്ലോ, അതിനൊരു സ്പീഡും ഉണ്ടാവും. സ്പീഡ് ഓഫ് എ വേവ് നമ്മൾ വേവ്സ് പഠിച്ചതും കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജിയിൽ ഒരു പാക്കറ്റ് ഓഫ് എനർജി അഥവാ ഒരു ഫോട്ടോൺ എടുക്കുകയാണെങ്കിൽ ആ കേസിൽ നമുക്ക് എനർജി ഓഫ് 1 ഫോട്ടോൺ എന്നുള്ള ഇക്വേഷൻ E = h nu എന്ന് എഴുതാം. എന്താ E എന്ന് വെച്ചാൽ എനർജി ഓഫ് 1 ഫോട്ടോൺ. ഒരു ഫോട്ടോണിൻ്റെ കേസാണ്, ഒന്നിൽ കൂടുതലല്ല. ഒരു ഫോട്ടോൺ അതായത് ഒരു പാക്കറ്റ്സ് ഓഫ് എനർജി എടുത്താൽ h nu ഉണ്ടാവും. അപ്പോൾ 2 പാക്കറ്റ്സ് ഓഫ് എനർജി എടുത്താൽ എത്ര എനർജി ഉണ്ടാവും? 2 h nu ഉണ്ടാവും. 3 എടുത്താലോ 3 h nu, 4 എടുത്താൽ 4 h nu. അങ്ങനെ ഒരു പാക്കറ്റ്സ് ഓഫ് എനർജി അത് ഒരു ഫോട്ടോണിൻ്റെ എനർജിയാണ് E = h nu. ഇത് ഓൾറെഡി നിങ്ങൾ ആറ്റോമിക് ഫിസിക്സിൽ പഠിച്ചതാണ്. ഇനി അടുത്ത ഇക്വേഷൻ നോക്കി, E = hc/λ. അതെങ്ങനെയാണ് വന്നത്? ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും നമ്മൾ ഇക്വേഷൻ എന്താ? ന്യൂ = c/λ ആണ്. അത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ? ആ ഫ്രീക്വൻസിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനർജി E = hc/λ. ഇനി സി എന്താണെന്ന് അറിയാലോ? സ്പീഡ് ഓഫ് ലൈറ്റിൽ വാക്യൂം എത്ര? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് വരും. ഇനി എന്താണ് h? h എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അതിൻ്റെ വാല്യൂ ആണ് 6.626 × 10⁻34 ജൂൾ/സെക്കൻഡ് എന്നുള്ള യൂണിറ്റ് വരും. ജൂൾ × സെക്കൻഡ്. ഓക്കെ. ഇനി ഏതൊരു ലൈറ്റും നമുക്ക് ഇൻറ്റൻസിറ്റി ഉണ്ടെന്ന് അറിയാം അല്ലേ? ഒരു ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കൂടുന്നതിന് അതിൻ്റെ അർത്ഥം എന്താ? അതിന് ഇൻറ്റൻസിറ്റി കൂടുന്നതുകൊണ്ടാണ് നമുക്ക് ആ ബ്രൈറ്റ്നസ് കൂടിയ പോലെ കാണുന്നത്. സാധാരണ നമ്മൾ മൊബൈൽ ഫോൺ ആണെങ്കിൽ അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുന്ന സമയത്ത് ആക്ച്വലി വി ആർ ഇൻക്രീസിങ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് കമ്മിങ് ഫ്രം ദ മൊബൈൽ ഫോൺ ഓർ ഫ്രം ദ ഡിസ്പ്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഇൻറ്റൻസിറ്റി എങ്ങനെ നമുക്ക് ഫോട്ടോൺസിനോട് കണക്ട് ചെയ്യും? ഏതൊരു ലൈറ്റിലും ഫോട്ടോൺസ് ഉണ്ടാവും അല്ലേ? പക്ഷെ ആ ഫോട്ടോൺസിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ യൂണിറ്റ് ടൈം
പെർ യൂണിറ്റ് ഏരിയ, ആ നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയ ആവുന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുക ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, അതൊരു 5 ഫോട്ടോൺസ് ആണ് റിലീസ് ചെയ്യുന്നത് അറ്റ് എ ടൈം പെർ യൂണിറ്റ് ഏരിയ. ആ സമയത്ത് അതിൻ്റെ ഇൻറ്റൻസിറ്റിയും വേറൊരു ലൈറ്റ് സോഴ്സ് 10 ഫോട്ടോൺസ് ആണ് ഒരു ടൈമിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 10 ഫോട്ടോൺസ് ഉള്ള സോഴ്സാണ് കൂടുതൽ ഇൻറ്റൻസിറ്റി ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ആ ഇൻറ്റൻസിറ്റി ഓഫ് എ ലൈറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് ബൈ ദ സോഴ്സ് പെർ യൂണിറ്റ് ടൈം ആൻഡ് പെർ യൂണിറ്റ് ഏരിയ. അതാണ് നമ്മൾ ഇൻറ്റൻസിറ്റി പഠിച്ചത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇലക്ട്രോണിക് എമിഷൻ ആണ്. ആ പേര് തന്നെ ഉണ്ട്, ഇലക്ട്രോണിക് മീൻസ് റിലേറ്റഡ് ടു ഇലക്ട്രോൺസ്. ഇനി എമിഷൻ എന്ന് വെച്ചാൽ എമിറ്റ് ചെയ്യപ്പെടുക. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് എമിഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നതിനാണ് ഇലക്ട്രോണിക് എമിഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത്? നമുക്ക് ഓൾറെഡി അറിയാനല്ലേ, ഒരു മെറ്റൽ സർഫേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഒരു ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ ഫ്രീ ഇലക്ട്രോൺസ് വെറുതെ ആയിരിക്കില്ല ഉണ്ടാവുക, അതിങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ഒരു ഫ്രീ ഇലക്ട്രോൺസ് പുറത്ത് വരുന്നുണ്ട് സ്വമേധയാ ഇല്ല, കാരണം അതെപ്പോഴും ഫ്രീ ഇലക്ട്രോൺസ് അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അഥവാ അത് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരാൻ നോക്കിയിരുന്നെങ്കിൽ അതിൻ്റെ മെറ്റലിൻ്റെ ചാർജ് പോസിറ്റീവാണ്, കാരണം ഇലക്ട്രോൺ നെഗറ്റീവ് അല്ലേ. നെഗറ്റീവ് പുറത്തേക്ക് പോയാൽ മെറ്റലിൻ്റെ ചാർജ് പോസിറ്റീവും, അപ്പോൾ അവിടെ ഒരു അട്രാക്ഷൻ കാരണം ഇലക്ട്രോണിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഈ ഫ്രീ ഇലക്ട്രോൺസ് നമ്മൾ കുറച്ച് ആവശ്യമുള്ള എനർജി കൊടുക്കുകയാണെങ്കിൽ ആ ഫ്രീ ഇലക്ട്രോൺ മെറ്റലിന് പുറത്തേക്ക് വരും. പക്ഷെ വെറുതെ പറ്റില്ല, അവിടെ എനർജി നമ്മൾ ഡെലിവർ ചെയ്യേണ്ടി വരും. ആ എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരും. പക്ഷെ നമ്മൾ ചെറിയൊരു എനർജി കൊടുത്തു. ഒരു എക്സാമ്പിൾ പറയാം, ഇതാണ് എൻ്റെ ബുക്കാണ്, എൻ്റെ മെറ്റൽ സർഫേസ്, ഈ മാർക്കറാണ് എൻ്റെ ഫ്രീ ഇലക്ട്രോൺ. ഞാൻ ജസ്റ്റ് ഒരു എനർജി കൊടുത്തു ചെറുങ്ങനെ, അത് പുറത്തേക്ക് വന്നു ഇല്ല, അത് ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഞാൻ ആവശ്യത്തിന് കൂടുതൽ എനർജി പുറത്തേക്ക് വന്ന സമയത്ത് അവിടെ എന്തായി, ഫ്രീ ഇലക്ട്രോൺസ് പുറത്തേക്ക് വന്നു. അപ്പോൾ ആവശ്യത്തിനെക്കാട്ടി കൂടുതൽ എനർജി കൊടുക്കണം. വെറുതെ എനർജി കൊടുത്താൽ ആ മെറ്റൽ സർഫേസിന് ഫ്രീ ഇലക്ട്രോൺസ് പുറത്തേക്ക് വരില്ല. ആവശ്യമുള്ളതിനെക്കാട്ടി എനർജി കൂടുതൽ കൊടുക്കുന്ന സമയത്ത് മാത്രമേ ആ ഇലക്ട്രോൺ പുറത്തേക്ക് വരൂ. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതൊരു മെറ്റലിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ള കാര്യം നമുക്കറിയാം, കാരണം ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് അവിടെ കറണ്ട് പാസ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഇൻസുലേറ്റർ ഇല്ലാതെ പോയതും ഇൻസുലേറ്ററിന് കറണ്ട് പാസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ആ ഫ്രീ ഇലക്ട്രോൺസിനെ പുറത്തേക്ക് ചാടിക്കാൻ നമ്മൾ എനർജി കൊടുക്കണമല്ലോ. എനർജി എന്തായാലും കൊടുക്കും. ആ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് ആ ഇലക്ട്രോൺസ് പുറത്തേക്ക് വിടുക. ഇനി എന്താണ് ഇലക്ട്രോണിക് എമിഷൻ എന്ന് വെച്ചാൽ? ദ എമിഷൻ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റൽ സർഫസിനാണ് നമ്മൾ ഇലക്ട്രോണിക് എമിഷൻ എന്ന് പറയാം. ആ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇലക്ട്രോണിക് മീൻസ് റിലേറ്റഡ് ടു ഇലക്ട്രോൺസ്, എമിഷൻ എന്ന് വെച്ചാൽ എമിറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ഒരു മെറ്റൽ സർഫേസ് ഫ്രീ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്നതിനാണ് ഇലക്ട്രോണിക് എമിഷൻ. ഇനി 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് എമിഷൻസ് ഉണ്ട്. ഏതെല്ലാം? തെർമിയോണിക് എമിഷൻസ് ഉണ്ട്, ഫീൽഡ് എമിഷൻസ് ഉണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻസ്. എന്താ തെർമിയോണിക് എമിഷൻ എന്ന് വെച്ചാൽ? ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തെർമയോണിക് റിലേറ്റഡ് ടു ടെമ്പറേച്ചർ ആണ്. അതെങ്ങനെയാണ് റിലേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ, ഒരു മെറ്റൽ എടുത്ത് അത് നല്ലോണം നമ്മൾ ഹീറ്റ് ചെയ്യപ്പെടും. എന്താണ് ഹീറ്റ്? ഒരു എനർജി തന്നെയാണല്ലോ. ആ ഹീറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഇലക്ട്രോണും ആ ഹീറ്റ് എനർജി കിട്ടുമല്ലോ. ആ ഇലക്ട്രോൺ ആ ഹീറ്റ് എനർജി കിട്ടുന്ന സമയത്ത് അതിന് ഇലക്ട്രോൺ ആ എനർജി യൂസ് ചെയ്തിട്ട് അത് പുറത്തേക്ക് വരും. ഏതുപോലെ നേരത്തെ ഞാൻ കാണിച്ച പോലെ ഇതൊരു മെറ്റൽ സർഫസ് ആണ്, നമ്മൾ ഹീറ്റ് ചെയ്യുന്നിടത്ത് അപ്പോൾ ഹീറ്റ് ചെയ്യുന്ന ആ എനർജി ഉപയോഗിച്ചിട്ട് അത് പുറത്തേക്ക് വരും. അങ്ങനെ നമുക്ക് അവിടെ എന്ത് ഇലക്ട്രോണിക് എമിഷൻ ഉണ്ട്. പക്ഷേ ഹീറ്റ് ചെയ്തുകൊണ്ടുള്ള ഇലക്ട്രോണിക് എമിഷൻ നമ്മൾ തെർമിയോണിക് എമിഷൻ എന്ന് പറയും. അതേപോലെ രണ്ടാമത്തെ ടൈപ്പ് ഫീൽഡ് എമിഷൻ. ഫീൽഡ് എമിഷൻ എങ്ങനെ നമ്മൾ ഇതാക്കുക? ബൈ അപ്ലൈങ് ഹൈ ഇലക്ട്രിക് ഫീൽഡ്. വളരെ വലിയൊരു ഇലക്ട്രിക് ഫീൽഡ് ആ മെറ്റൽ സർഫസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഇലക്ട്രോണിന് പുറത്തേക്ക് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഹൈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ആ ഇലക്ട്രോൺ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് ആ ഇലക്ട്രോൺ പുറത്തേക്ക് എടുക്കും. അതിനെ നമ്മൾ ഫീൽഡ് എമിഷൻ എന്ന് വിളിക്കും. ആ പേര് തന്നെ ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ടായതുകൊണ്ടാണ് ഫീൽഡ് എമിഷൻ എന്നുള്ള പേര് വന്നത്. ഇനി മൂന്നാമത്തെ കേസാണ് ഇമ്പോർട്ടൻ്റ് ആയ കേസ്. കാരണം മൂന്നാമത്തെ കേസാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ 90% പഠിക്കുന്നത്, അതായത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ആ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പേര് തന്നെ ഉണ്ട്. ഫോട്ടോ എന്ന് വെച്ചാൽ എന്താ? റിലേറ്റഡ് ടു ലൈറ്റ് ആണ്. ലൈറ്റ് കാരണം ഒരു മെറ്റലിന് ഫ്രീ ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയും. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഏതൊരു മെറ്റൽ സർഫേസിനും ചെറിയൊരു എനർജി കൊടുത്താൽ ഫ്രീ ഇലക്ട്രോൺ പുറത്തേക്ക് വരണമെന്നില്ല. ആവശ്യമുള്ള എനർജീനും കാട്ടിയും കൂടുതൽ എനർജി കൊടുത്താൽ മാത്രമേ പുറത്തേക്ക് വരും. അതേപോലെ ഏതെങ്കിലും ഒരു ലൈറ്റ് ഞാൻ ഇൻസിഡൻറ്റ് ആ മെറ്റൽ സർഫേസ് ഇൻസിഡൻറ്റ് ചെയ്താൽ അത് പുറത്തേക്ക് വരണം നിർബന്ധമില്ല, ഒരിക്കലും വരികയില്ല. പക്ഷേ ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ ആണ് ഞാൻ ആ മെറ്റൽ സർഫേസ് ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോൺസ് എന്ത് എമിറ്റ് ചെയ്യപ്പെടും. ഇനി അങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുന്നതിനാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പഠിക്കുന്നത്. അതിനാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിക്കുന്നത്. എന്താ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് from a metal surface when a radiation of suitable frequency incident on it. അതാ പറഞ്ഞ സ്യൂട്ടബിൾ ഫ്രീക്വൻസി തന്നെ അവിടെ ഇൻസിഡൻറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുള്ളൂ? ഇലക്ട്രോണിക് എമിഷൻ അഥവാ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഈ കേസിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സംഭവിക്കുള്ളൂ. ഇനി എന്താ ഈ വർക്ക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ? നേരത്തെ പറഞ്ഞല്ലോ, വർക്ക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഏതൊരു ഇലക്ട്രോൺ മെറ്റൽ സർഫേസിൽ പുറത്തേക്ക് വരണമെങ്കിൽ ഒരു മിനിമം എനർജി ആവശ്യമുണ്ട്.
ആ മിനിമം എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുക, വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്കണം, ഓരോ മെറ്റലിനും ഓരോ വർക്ക് ഫംഗ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഓരോ മെറ്റലിലും ഫ്രീ ഇലക്ട്രോണ് അതിന് പുറത്തേക്ക് വരണമെങ്കിൽ അതിൻ്റെ മിനിമം എനർജി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ വർക്ക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ, ദിസ് എ മിനിമം എനർജി റിക്വയർഡ് ബൈ an electron to get ejected from a metal surface. അത് ഓരോ മെറ്റലിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോ നേച്ചർ ഓഫ് മെറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ വർക്ക് ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ അല്ല, ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മെറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യും. അതാണ് വർക്ക് ഫംഗ്ഷൻ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്, ഫൈ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്തതായുള്ള ത്രെഷോൾഡ് ഫ്രീക്വൻസി. എന്താ ത്രെഷോൾഡ് ഫ്രീക്വൻസി? അതായത് നിങ്ങൾ കുറേ ത്രെഷോൾഡ് എനർജി ഒക്കെ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇനി എന്താ ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഏതൊരു മെറ്റൽ സർഫസിൽ നിന്നും ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് വരണമെങ്കിൽ ഒരു മിനിമം എനർജി വേണം ആണല്ലോ. മിനിമം എനർജി ആരാ നൽകുന്നത്, ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് ലൈറ്റിനും എനർജി ഉണ്ട്. എങ്ങനെ ലൈറ്റിനും എനർജി ഉണ്ടാകുന്നത്, അതല്ലേ നമ്മൾ പാക്കറ്റ്സ് ഓഫ് എനർജി ഓഫ് 1 ഫോട്ടോൺ എന്നുള്ള കാര്യം പറഞ്ഞത്. ആ എനർജി ഓഫ് ഫോട്ടോൺ ആണ് ആര് എനർജി കൊടുക്കുന്നത്, ഈ ഇലക്ട്രോണിന് എനർജി കൊടുക്കുന്നത്. ആ ഫോട്ടോണിനുള്ള എനർജിയാണ് ഈ ഇലക്ട്രോൺ യൂട്ടിലൈസ് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കിട്ടുന്ന എനർജി, ആ ഫോട്ടോണിൻ്റെ എനർജി എന്തിനേക്കാൾ കൂടുതലായിരിക്കണം, വർക്ക് ഫംഗ്ഷനും കാട്ടിയും കൂടുതലായിരിക്കണമല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടാവും, ആ മിനിമം എനർജി ഉണ്ടാവും, ആ മിനിമം എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. ആ ഫ്രീക്വൻസിയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. എന്തുകൊണ്ടാണ് പേര് ത്രെഷോൾഡ് എന്ന് വരാൻ കാരണം ആ ഫ്രീക്വൻസിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഫ്രീക്വൻസിയിൽ എന്ത് സംഭവിക്കില്ല, അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ഫ്രീക്വൻസിയിൽ റേഡിയേഷൻ അടിച്ചാൽ അവിടെ കിട്ടില്ല, പക്ഷെ ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി തന്നെ ആയിരിക്കണം. എന്താ സ്യൂട്ടബിൾ ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിച്ചത്, ആ ത്രെഷോൾഡ് ഫ്രീക്വൻസിനെ കാട്ടിയും കൂടുതലുള്ള ഒരു റേഡിയേഷനുള്ള ഫ്രീക്വൻസിയാണ് അവിടെ വരുന്നതെങ്കിൽ അവിടെ എന്തായാലും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കിട്ടും. അങ്ങനെയാണ് എങ്ങനെ ത്രെഷോൾഡ് ഫ്രീക്വൻസിനെ ഡിഫൈൻ ചെയ്യാം. ത്രെഷോൾഡ് ഫ്രീക്വൻസി ഇസ് ദ മിനിമം ഫ്രീക്വൻസി ബിലോ വിച്ച് നോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ടേക്സ് പ്ലേസ്. എന്തുകൊണ്ടാണ് ആ അതിനേക്കാൾ കുറവുള്ള ഫ്രീക്വൻസി വരുമ്പോൾ പുറത്തേക്ക് വരാത്ത, അതിനേക്കാൾ കുറവുള്ള ഫ്രീക്വൻസി വരുമ്പോൾ ആ ഫോട്ടോൺ ഉണ്ടാകുന്ന എനർജി വർക്ക് ഫംഗ്ഷനും കാട്ടി കുറവ് എനർജി ആയിരിക്കും ഉണ്ടാവും. വർക്ക് ഫംഗ്ഷനും കാട്ടി കുറവ് എനർജി ആണെങ്കിൽ ആ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് പുറത്തേക്ക് വരാൻ പറ്റുമോ ഇലക്ട്രോൺസിന്? ഇല്ല, ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഡസ് നോട്ട് ടേക്സ് പ്ലേസ് ബിലോ ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഇനി പറയുന്നത് ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ആണ്. എങ്ങനെയാണ് ഐൻസ്റ്റൈൻ ഇതിനെ ഒരു എക്സ്പ്ലനേഷൻ നൽകിയത്? ഐൻസ്റ്റൈൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആ ടൈമിൽ എല്ലാവരും വേവ് നേച്ചർ ഉപയോഗിച്ചിട്ടാണ് ലൈറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയത്. പക്ഷേ ഐൻസ്റ്റൈൻ എന്തും കൂടി മനസ്സിലാക്കി, ആ ലൈറ്റിന് പാർട്ടിക്കൽ നേച്ചർ എന്ന് മനസ്സിലാക്കി. അങ്ങനെ പാർട്ടിക്കൽ നേച്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഏതുപോലെയാണ് ഓരോ പാർട്ടിക്കിളായിട്ട് എടുക്കുന്നത്, ഫോട്ടോണാണ് ഓരോ പാർട്ടിക്കിളാക്കി കണ്ടുവരുന്നത്. കാരണം ഫോട്ടോണിന് ഒരു എനർജി ഉണ്ടാവും, ആ ഫോട്ടോൺ കുറേ ഫോട്ടോൺസ് ഉണ്ടാവും ഒരേ ലൈറ്റിൽ തന്നെ, കണ്ടിന്യൂ ആ ഫോട്ടോൺസ് വേവ് എന്നുള്ള രീതിയിലേക്ക് പാസ് ചെയ്യും. ഇനി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ഒരു ലൈറ്റ് വരികയെന്ന് വിചാരിക്കുക, ലൈറ്റിലെ ഒരു ഫോട്ടോൺ വരികയാണ്, ഇവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്. ഈ ഫ്രീ ഇലക്ട്രോണിനെ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഫോട്ടോണിലുള്ള എല്ലാ എനർജിയും ഈ ഫ്രീ ഇലക്ട്രോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. എന്താ കാരണം, ഇവിടെ ഒരു കൊളീഷനാണ് നടക്കുന്നത്. കൊളീഷൻ നടക്കുന്ന സമയത്ത് എത്രയാണ് ആ ഫോട്ടോൺ എനർജിയുള്ള ആ എനർജി മൊത്തം ആര് കൊണ്ടുപോകും, ഈ ഫ്രീ ഇലക്ട്രോൺ കൊണ്ടുപോകും. ഇനി ഈ എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്രീ ഇലക്ട്രോൺ പുറത്തേക്ക് കടക്കുന്നത്. ഏതിൻ്റെ പുറത്തേക്ക് എടുക്കുന്നത്, മെറ്റൽ സർഫസിന് പുറത്തേക്ക് എടുക്കുന്നത്. അതാണ് ഐൻസ്റ്റൈൻ പറഞ്ഞത്. പക്ഷെ ഐൻസ്റ്റൈൻ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താ ഐൻസ്റ്റൈൻ കുറേ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു മെറ്റൽ സർഫസിൽ കുറേ ഇലക്ട്രോൺസ് ഉണ്ടാവുമല്ലോ, ഇഷ്ടംപോലെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുമല്ലോ. അതേപോലെ ഇനി ലൈറ്റ് എന്ന് വരുമ്പോൾ അതിലും ഇഷ്ടംപോലെ ഫോട്ടോൺസ് ഉണ്ടല്ലോ. പക്ഷേ ഒരു ഇലക്ട്രോണിന് മാത്രമേ കൊളൈഡ് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ ഒരു ഇലക്ട്രോണും ഒരു ഫോട്ടോണും അറ്റ് എ ടൈം മാത്രമേ എനർജി ട്രാൻസ്ഫർ നടക്കുള്ളൂ. ആ എനർജി ഉപയോഗിച്ചിട്ട് ഈ ഫ്രീ ഇലക്ട്രോൺ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഐൻസ്റ്റൈൻസ് ഇക്വേഷനാണ്. ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ടതെന്ന് വെച്ചാൽ, ശ്രദ്ധിക്കുക, ഒരു മെറ്റൽ സർഫേസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇതാണ് എൻ്റെ ഫ്രീ ഇലക്ട്രോൺ. ഈ ഫ്രീ ഇലക്ട്രോണിലേക്ക് ചെറിയൊരു എനർജി കൊടുക്കുന്ന സമയത്ത് പുറത്തേക്ക് വരില്ല അല്ലേ, കാരണം എന്താ, വർക്ക് ഫംഗ്ഷനെക്കാട്ടിയും കുറവാണ്. പക്ഷെ കൂടുതൽ അടിക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കൽ ഇതിനെക്കാട്ടി കൂടുതലാകുന്ന സമയത്ത് ആ ഫ്രീ ഇലക്ട്രോൺ ഈ മെറ്റലിന് പുറത്തേക്ക് വരും. പക്ഷേ ഓരോ മെറ്റലിനും ഒരു മിനിമം എനർജി ഉണ്ടല്ലേ. പക്ഷേ ഞാനൊരു കാര്യം ചെയ്യുന്നത്, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ഫോട്ടോണ് എത്രയാണോ ആ മെറ്റലിന് മിനിമം എനർജി വേണ്ടത് അതിനേക്കാൾ കൂടുതൽ എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതെന്ന് വിചാരിക്കും. അതായത് ഒരു ഫോട്ടോണ് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്, പക്ഷെ ആ എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന സമയത്ത് ഇലക്ട്രോണിന് വർക്ക് ഫംഗ്ഷൻ, അതായത് മിനിമം എനർജി എത്രയാണോ വേണ്ടത് അതിനേക്കാൾ കൂടുതൽ എനർജി കിട്ടുന്നതാണെന്ന് വിചാരിക്കുക. അതിനേക്കാൾ കൂടുതൽ എനർജി കിട്ടുന്ന സമയത്ത് ആ ഇലക്ട്രോൺ എന്താ ചെയ്യുക, ആദ്യം കുറച്ച് എത്രയാണ് വർക്ക് ഫംഗ്ഷൻ വേണ്ടത് ആ എനർജി അത് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള എനർജി അതിന് കൈനറ്റിക് എനർജി ആയിട്ട് യൂസ് ചെയ്യും. ഏതുപോലെ, ഞാനിപ്പോൾ ഇതിന് ജസ്റ്റ് പുറത്തേക്ക് കെട്ടാണ്, ഈ പുറത്തേക്ക് കട്ടുന്ന സമയത്ത് എനിക്ക് പല രീതിയിൽ തട്ടാം, ചെറുങ്ങനെ തട്ടാം, പക്ഷെ നല്ല രീതിയിൽ എനർജി കൊടുക്കുകയും ചെയ്യും. നല്ല രീതിയിൽ എനർജി കൊടുക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും, പുറത്തേക്ക് നല്ല ഹൈ സ്പീഡിൽ പുറത്തേക്ക് പോകും. ഹൈ സ്പീഡിൽ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി കൂടുതലല്ലേ ചെയ്യേണ്ടത്, കാരണം കൈനറ്റിക് എനർജി ഇസ് ഗിവൺ ബൈ
ഹാഫ് എം വി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഫോട്ടോണിൻ്റെ എനർജി എത്രയാണോ എനർജി ഉള്ളത് അത് കുറച്ച് വർക്ക് ഫംഗ്ഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. വർക്ക് ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കാരണം വർക്ക് ഫംഗ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ആ മിനിമം എനർജി ഉപയോഗിച്ചിട്ട് ആ ഇലക്ട്രോൺ പുറത്തേക്ക് വരും. അത് മാത്രമല്ല ബാക്കിയുള്ള എനർജി അത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും? കൈനറ്റിക് എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ എത്രയാണോ എനർജി ഉള്ളത് ആ ഫോട്ടോൺ എനർജി ഉള്ളത് അത് കുറച്ച് വർക്ക് ഫംഗ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, ബാക്കിയുള്ളത് കൈനറ്റിക് എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എവിടുന്നാണ് ഈ എനർജി കിട്ടുന്നത്? റേഡിയേഷൻ എന്നല്ല എനർജി കിട്ടുന്നത്. റേഡിയേഷൻസ് ഏത് രീതിയിൽ കിട്ടുന്നു? ഫോട്ടോൺസിൽ നിന്നാണ് എനർജി കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എനർജിക്ക് ഞാൻ Hν എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കൊടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ വർക്ക് ഫംഗ്ഷൻ അത് ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് എന്താ ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഫൈക്ക് ഞാൻ എനിക്ക് Hν0 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അങ്ങനെ Hν0ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കൈനറ്റിക് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ അത് ഓൾറെഡി അറിയാമല്ലോ, ഹാഫ് എം വി സ്ക്വയർ ആണെന്നുള്ള കാര്യം. പക്ഷേ ഇവിടെ മാസ് എന്ത് കൊടുത്താൽ മതി? മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. കാരണം അവിടെ ഇലക്ട്രോണിൻ്റെ കാര്യത്തിലല്ലേ കൊളീഷൻ നടക്കുന്നത്, മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ. അങ്ങനെയാണ് ഐൻസ്റ്റൈൻ ഇക്വേഷൻ വന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ ചിന്തിക്കുക. എന്താ കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് എനർജി ഉണ്ട് ഒരു ഫോട്ടോണ്. ആ ഫോട്ടോണിലെ എനർജി മൊത്തം ആർക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും? ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. മൊത്തം ഇലക്ട്രോണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന സമയത്ത് കുറച്ച് എനർജി അതെന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും? ആ മെറ്റൽ സർഫേസ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ഇനി എന്നിട്ടും ബാക്കിയുണ്ടെങ്കിലോ ബാക്കിയുള്ള എനർജി അത് കൈനറ്റിക് എനർജി വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ എനർജി ഉണ്ടാകുന്ന സമയത്ത് അത് കൂടുതൽ കൈനറ്റിക് എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യും. കാരണം ഈ വർക്ക് ഫംഗ്ഷൻ എന്നുള്ള എനർജി മിനിമം എനർജി എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? മെറ്റലിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ കൈനറ്റിക് എനർജി എന്തിനു ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഈക്വൽ 5 + കൈനറ്റിക് എനർജി എന്ന് ഓർത്താൽ തന്നെ ബാക്കിയുള്ള ഇക്വേഷൻ മൊത്തം കിട്ടും. ആകെ ഈ 2 ഇക്വേഷൻ മാത്രം ഓർമ്മിച്ചാൽ മതി. കാരണം Hν = Hν0 + ഹാഫ് എം വി സ്ക്വയർ. ഇനി ന്യൂക്ക് നമുക്ക് C/λ എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അങ്ങനെ വേറെ ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യും. ഇനി പ്രോബ്ലത്തിനനുസരിച്ചിട്ട് എന്താണ് അവർ തന്നത് അതിനനുസരിച്ചിട്ട് മാറ്റിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് 3 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. കുറേ ലോസ് ഉണ്ടെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്താ ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞുള്ള ശ്രദ്ധിക്കുക, ഇവിടെ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇൻറ്റൻസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫോട്ടോൺസിനെ, നമ്പർ ഓഫ് ഫോട്ടോൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഫോട്ടോൺ ഒരു ഇലക്ട്രോണെയാണ് പുറത്തേക്ക് എടുക്കാൻ നോക്കാൻ. അങ്ങനെ 2 ഫോട്ടോൺസ് എത്ര ഇലക്ട്രോൺസിനെ പുറത്തേക്ക് എടുക്കാൻ നോക്കും? 2 ഇലക്ട്രോൺസിനെ പുറത്തേക്ക് എടുക്കും. 3 ഫോട്ടോൺസും 3 ഇലക്ട്രോൺ. ഇനി 10 ഫോട്ടോൺസ് ഉണ്ടെങ്കിൽ 10 ഇലക്ട്രോൺസ് പുറത്തേക്ക് എടുക്കും. അങ്ങനെയാണ് എനിക്ക് എന്ത് പറയാം? ഫോർ എ ഗിവൺ ഫ്രീക്വൻസി, അതായത് ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇൻറ്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോട്ടോ ഇലക്ട്രോൺസ് ആണല്ലോ. കാരണം എന്താ? ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ ആ ലൈറ്റിൽ ഉണ്ടാകുന്ന ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ അളവ് കൂടുതലാണ്. ആ ലൈറ്റിൽ ഉണ്ടാകുന്ന ഫോട്ടോൺസിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഓരോ ഫോട്ടോ ഇലക്ട്രോൺസിന് അതിനെ ഇജക്റ്റ് ചെയ്യാനുള്ള കഴിവും കൂടുതലാണ്. കാരണം എത്ര ഫോട്ടോൺസ് ആണോ അവിടെ ഉണ്ടാകുന്നത്, ഇൻറ്റൻസിറ്റി കൂടുന്ന സമയത്ത് ഫോട്ടോൺസ് കൂടും. അത്രയും ഫോട്ടോൺസ് വന്നിട്ട് അത്രയും ഇലക്ട്രോൺസിനെ കൊളൈഡ് ചെയ്യും. അത്രയും ഇലക്ട്രോൺസിനെ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അത്രയും ഇലക്ട്രോൺസ് പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണ് എനിക്ക് എന്ത് പറയുക? ഇൻറ്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഫോട്ടോ ഇലക്ട്രോൺസ് പറയാമല്ലോ. കാരണം ഇൻറ്റൻസിറ്റി കൂടുന്ന സമയത്ത് ഓരോ മെറ്റലിന് എജക്റ്റ് ചെയ്യപ്പെട്ട ഇലക്ട്രോൺസിൻ്റെ അളവും കൂടും. ഇനി അടുത്ത കേസിൽ രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് ഫോർ എ ഗിവൺ ഇൻറ്റൻസിറ്റി. ഇവിടെ ഇൻറ്റൻസിറ്റി ആണ് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത്. ഇൻറ്റൻസിറ്റി കോൺസ്റ്റന്റ് ആക്കി വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഈ ഇക്വേഷൻ നോക്കുക, ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ നോക്കുക. ഇവിടെ ഞാൻ ഫ്രീക്വൻസിയാണ് കൂട്ടുന്നത്. ഇവിടെ ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് ഇവിടെ എന്താണ്? Hν0 എന്തായാലും ഒരു കോൺസ്റ്റന്റ് ആണല്ലേ. അപ്പോൾ ഫ്രീക്വൻസി കൂട്ടുന്ന സമയത്ത് Hν-ന്റെ വാല്യൂ കൂടും, ഫോട്ടോണിൻ്റെ എനർജി കൂടും. ഫോട്ടോണിൻ്റെ എനർജി കൂടുകയാണെങ്കിൽ എന്താ? കൂടുതൽ എനർജി അതിന് കൈനറ്റിക് എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്തായാലും വർക്ക് ഫംഗ്ഷൻ എന്നുള്ളൊരു കോൺസ്റ്റന്റ് ഉള്ള ഒരു മെറ്റലിനെ അത് നമ്മൾ ഫ്രീക്വൻസി കൂട്ടിയാൽ വർക്ക് ഫംഗ്ഷൻ എപ്പോഴും സെയിം ആണ്. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ സെയിം ആണെങ്കിൽ ബാക്കിയുള്ളത് എന്ത് വേണ്ടിയിട്ട് യൂസ് ചെയ്യും? കൈനറ്റിക് എനർജി വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു 5 ഇലക്ട്രോൺ വോൾട്ടാണ് ഒരു മെറ്റൽ സർഫേസിൻ്റെ 5 ഇലക്ട്രോൺ വോൾട്ടാണ് ഒരു മെറ്റൽ സർഫേസിൻ്റെ വർക്ക് ഫംഗ്ഷൻ. പക്ഷേ ഞാൻ ഫോട്ടോൺസിൽ ഉണ്ടാകുന്ന എനർജി 10 ഇലക്ട്രോൺ വോൾട്ടാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ 5 ഇലക്ട്രോൺ വോൾട്ട് മാത്രമേ അതിന് പുറത്തേക്ക് എജക്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളൂ. ബാക്കിയുള്ള 5 ഇലക്ട്രോൺ വോൾട്ട് എന്തിന് യൂസ് ചെയ്യും? കൈനറ്റിക് എനർജിക്ക് യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്തായാലും എനർജി ഓഫ് എ ഫോട്ടോൺ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ കൂടും. ഓക്കെ, തേർഡ് വൺ വെച്ചാൽ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ആണ്. എന്താണ് ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് എന്ന് വെച്ചാൽ ആ ഇൻസ്റ്റന്റിൽ ഏത് ഇൻസ്റ്റന്റിലാണോ ഫോട്ടോൺ ഫ്രീ ഇലക്ട്രോണായിട്ട് കൊളൈഡ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യപ്പെടും. അതായത് അവിടെ ഒരിക്കലും എന്തുണ്ടാവില്ല? ഒരു ടൈം ലാഗ് ഉണ്ടാവില്ല. ഏതൊക്കെ തമ്മിൽ? ഫോട്ടോൺസും ഫ്രീ ഇലക്ട്രോൺസും തമ്മിൽ ഒരിക്കലും ഒരു ടൈം ലാഗ് ഉണ്ടാവില്ല. ഇതാണ് 3 ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക്. സോ ഓൾറെഡി നമ്മൾ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടല്ലേ? ഏതെങ്കിലും ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആക്കുന്ന സമയത്ത് ഇൻറ്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഫോട്ടോ ഇലക്ട്രോൺസ് ഉണ്ട്. ആൻഡ് വി ഓൾറെഡി സീൻ ദാറ്റ് when the intensity is constant, when the frequency increases, kinetic energy also increases. These are the 2 basic things that we have to look after when we are plotting the graph.
അങ്ങനെയാണ് ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എന്നുള്ളത് കാണാം. എന്താ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളൊരു മെറ്റൽ എടുത്ത്, ഓക്കെ, ഒരു മെറ്റലാണ് അവിടെ എടുക്കുന്നത്. ആ മെറ്റൽ എടുക്കുന്ന സമയത്ത് ആ മെറ്റൽ ഇവിടെ എയറാണുള്ളത് അല്ലേ, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ കൊടുത്തിട്ടുണ്ട്. ഈ പൊട്ടൻഷ്യൽ വേരി ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യലാണ്. അതായത് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കൂട്ടുകയും ചെയ്യുക കുറയ്ക്കുകയും ചെയ്യുക. മാത്രമല്ല ആ പൊട്ടൻഷ്യലിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാനും പറ്റും. അപ്പോൾ ആ പൊട്ടൻഷ്യൽ വേരി ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. അത് മാത്രമല്ല അതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാനും പറ്റും. ഇനി ഇത് എമ്മീറ്ററാണ്. എന്തിനായിരിക്കും എമ്മീറ്റർ യൂസ് ചെയ്യുന്നത്? അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എമ്മീറ്റർ യൂസ് ചെയ്യും. ഇനി ഇവിടെ ഇതിൻ്റെ ഇടയിൽ മൊത്തം എയർ ആണല്ലേ, എയർ എന്ന് വെച്ചാൽ ഒരു ഇൻസുലേറ്റർ അല്ലേ. അപ്പോൾ കറണ്ട് ഇതിലോട്ട് പാസ് ചെയ്യുമോ? ഇല്ല, ഒരിക്കലും പാസ് ചെയ്യില്ല. കാരണം എന്താ? ഇൻസുലേറ്ററിലൂടെ കറണ്ട് ഒരിക്കലും പാസ് ചെയ്യില്ലല്ലോ. പക്ഷേ ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ ഒരു റേഡിയേഷൻ ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി കൊണ്ട് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുകയാണ്. എവിടെ? മെറ്റലിൽ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കും? അത് ത്രഷോൾഡ് ഫ്രീക്വൻസിനെ കാട്ടിയും കൂടുതൽ ഫ്രീക്വൻസി ആകുന്ന സമയത്ത് അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സംഭവിക്കും. എന്താ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വെച്ചാൽ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റൽ സർഫസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ പുറത്തേക്ക് വരുമല്ലോ. പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കെ, ഇവിടെ എ എന്ന് പറഞ്ഞ ഇലക്ട്രോഡ് എന്തിനോട് കണക്ട് ചെയ്തില്ല? പോസിറ്റീവ് ഓഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസിനോട് കണക്ട് ചെയ്തിട്ടില്ലേ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അത് പോസിറ്റീവ് ആണെങ്കിൽ ഈ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആണല്ലോ. അത് തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവില്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പാസ് ചെയ്യും? എന്റെ ഭാഗത്തേക്ക് പാസ് ചെയ്യും. എന്റെ ഭാഗത്തേക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഇലക്ട്രോണും എന്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയില്ലേ. ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്താൽ ഏതിലൂടെ കറണ്ട് പാസ് ചെയ്യും? ഈ എമ്മീറ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് എത്ര കറണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അതിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. അതായത് ഇതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുക, മാത്രമല്ല പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസും ചെയ്യുക ഡിക്രീസും ചെയ്യുക. എമ്മീറ്ററിൽ കറണ്ട് മെഷർ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇനീഷ്യലി അവിടെ ഒരു ഓപ്പൺ സർക്യൂട്ടാണ്, കാരണം ഇൻസുലേറ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ മെറ്റൽ സർഫസിലേക്ക് ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിൽ റേഡിയേഷൻ ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കറണ്ട് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചാൽ ഗ്രാഫാണ്. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് എക്സ് ആക്സ് എന്താണ് വൈ ആക്സ് എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് കോൺസ്റ്റൻ്റ് ആയി വെക്കുന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഫസ്റ്റത്തെ കേസിൽ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ്. ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മളിവിടെ പഠിച്ചല്ലോ, ഇവിടെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കൈനറ്റിക് എനർജി ചേഞ്ച് ആവും. പക്ഷേ ഞാനിവിടെ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നത് ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആക്കുന്ന സമയത്ത് അവിടെ കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആകുന്ന സമയത്ത് പൊട്ടൻഷ്യലും കോൺസ്റ്റൻ്റ് ആവും. ഓക്കെ, ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണ്, പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ വരുന്ന ഇൻസിഡന്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുകയാണ്. ഇനി ഞാനെന്താ ഫസ്റ്റ് ടൈം പറഞ്ഞ ഇൻറ്റൻസിറ്റി കൂടുന്ന സമയത്ത് അവിടെ ഫോട്ടോൺസിൻ്റെ എണ്ണം കൂടുമല്ലോ. ഫോട്ടോൺസിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം ദ മെറ്റൽ വിൽ ഓൾസോ ഇൻക്രീസ്. അതും ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഇലക്ട്രോൺ ആണ് ഒരു ഇൻറ്റൻസിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ആ ഇലക്ട്രോൺ 2, 3 ഇൻക്രീസ് ചെയ്യുമല്ലോ. അങ്ങനെ ഇലക്ട്രോൺ ഇൻക്രീസ് ചെയ്താൽ എയിലേക്ക് എത്തുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ അളവും കൂടുമല്ലോ. അങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ ഇതിലോട്ടുള്ള കറണ്ടിൻ്റെ എമൗണ്ടും കൂടുമല്ലോ. അങ്ങനെയാണെങ്കിൽ എമ്മീറ്റർ എന്ത് കാണിക്കും? കൂടുതൽ കറണ്ട് പാസ് ചെയ്യുന്നതായിട്ട് കാണിക്കും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഗ്രാഫ് വരാന്ന് വെച്ചാൽ അങ്ങനെയാകുന്ന സമയത്ത് ഇൻറ്റൻസിറ്റി കൂട്ടുന്ന സമയത്ത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടുതലല്ലേ ചെയ്യുന്നത്. അതായത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വെച്ചാൽ ഈ എക്സ്പെരിമെന്റ് സെറ്റപ്പിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരും? ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയ ഒരു ഗ്രാഫ് കിട്ടുമല്ലോ. എക്സ് ആക്സിൽ ഇൻറ്റൻസിറ്റിയും വൈ ആക്സിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും വെക്കുന്ന സമയത്ത് ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും ഇൻക്രീസ് ചെയ്തുകൊണ്ട് വെക്കുക. കാരണം എന്താ? അവിടെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഫോട്ടോൺസിൻ്റെ അളവ് കൂടും. ഫോട്ടോൺസിൻ്റെ അളവ് കൂടുന്ന സമയത്ത് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് വിൽ ഓൾസോ ഇൻക്രീസ്. When the number of photo electrons emitted will also increase, the number of electrons reaching the electrode A and thereby the current passing to the emitter will also increase. When that happens, what we can say is that the photoelectric current is directly proportional to intensity. ഓക്കെ, അത് എവിടെ നിന്ന് വന്നതാ? നമ്മുടെ ഫസ്റ്റത്തെ ലോ എന്ന് വന്നതാ. അപ്പോൾ ഈ 2 ലോ നമുക്ക് കറക്റ്റായിട്ട് ബൈ ഹാർട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഗ്രാഫൊക്കെ കിട്ടും. ഇനി രണ്ടാമത്തെ ഗ്രാഫിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ശ്രദ്ധിക്കുക, ഇവിടെ എന്താ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റൻസിറ്റിയും കോൺസ്റ്റൻ്റ് ആണ്. ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ്, ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ്. പക്ഷേ നമ്മളിവിടെ എന്താ വേരി ചെയ്യുന്നത്? പൊട്ടൻഷ്യലാണ് വേരി ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് വേരിയിങ് പൊട്ടൻഷ്യലാണ്. കാരണം അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേരി ചെയ്യാൻ പറ്റും, മാത്രമല്ല റിവേഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് ഫോട്ടോൺസിൻ്റെ അളവും കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ. നമ്പർ ഓഫ് ഫോട്ടോൺസിൻ്റെ അളവ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇവിടെ ആദ്യം എത്ര ഇൻറ്റൻസിറ്റിയിൽ 3 ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 4 ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെട്ടുണ്ടെങ്കിൽ ആ 4 ഇലക്ട്രോൺസ് ആയിരിക്കും അവിടെ എമിറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഒരു കാര്യം ചിന്തിക്കണേ, ഈ 4 ഇലക്ട്രോൺസ് ഇവിടെ എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ആ 4 ഇലക്ട്രോൺസ് എയിലെ എത്തണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താ? എയിലേക്ക് എത്തണമെങ്കിൽ അത്രയ്ക്കും എനർജി വേണം.
ഓക്കെ, അത്രയും ഇത് എമിറ്റ് ചെയ്യപ്പെടല്ലേ. അപ്പോൾ എമിറ്റ് ചെയ്യപ്പെടുന്നത് ഇതൊരു പ്രൊജക്ഷൻ പോലെയല്ല ഉണ്ടാകുന്നത്. അത്രയും വെലോസിറ്റി ഉപയോഗിച്ചിട്ട് അത്രയും കൈനറ്റിക് എനർജി ഉപയോഗിച്ചിട്ട് അത് എയിലേക്ക് എത്തണം. പക്ഷെ അത് എയിലേക്ക് എത്തണം നിർബന്ധമില്ല. എല്ലാ ഇലക്ട്രോൺസും എയിലേക്ക് എത്തണം നിർബന്ധമില്ല. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്ന സമയത്ത് ഈ ഇൻറ്റൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഈ ഇൻറ്റൻസിറ്റിയിൽ 4 ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ എല്ലാ ഇലക്ട്രോൺസും ഇവിടെ എത്തുമോ? ഇല്ല. ആ ഇലക്ട്രോൺസിൻ്റെ എത്തുന്ന എണ്ണം നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ഈ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കൂട്ടാണ്. ഈ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കൂട്ടുന്ന സമയം ഇതിന് കൂടുതൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കിട്ടുമല്ലോ. കൂടുതൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കിട്ടുന്നുണ്ടെങ്കിൽ ഈ 4 ഇലക്ട്രോൺസിനെ വലിക്കാനുള്ള കഴിവും ആർക്കുണ്ടാവും? ഈ ഇലക്ട്രോണിനുണ്ടാവും. അപ്പോൾ ഇനീഷ്യലി കുറച്ച് പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യൽ 4 ഇലക്ട്രോണിൽ ഒരു 3 ഇലക്ട്രോൺ മാത്രമേ റീച്ച് ചെയ്യുന്നുള്ളൂ. എവിടെ? എയിലേക്ക് എത്തുന്നുള്ളൂ. പക്ഷേ വീണ്ടും ഞാൻ പൊട്ടൻഷ്യൽ കൂട്ടിയ സമയത്ത് ഇതിൻ്റെ പോസിറ്റീവ് പോളാരിറ്റി കൂടുതൽ ചെയ്യുന്നത്. ആ പോസിറ്റീവ് പോളാരിറ്റി ഉപയോഗിച്ചിട്ട് എത്ര ഇലക്ട്രോണുള്ള എല്ലാ ഇലക്ട്രോണും എയിലേക്ക് എത്തും. അതുകൊണ്ടാണ് നോക്കിയാൽ ആദ്യം 4ൽ 3 എത്തുന്നുള്ളൂ. ആ 3 എത്തുന്ന സമയത്ത് ഓരോ പൊട്ടൻഷ്യൽ കൂട്ടുന്ന സമയത്ത് ഇലക്ട്രോൺസ് റീച്ച് ചെയ്യുന്ന എണ്ണവും കൂടും. ഇലക്ട്രോൺസ് റീച്ച് ചെയ്യുന്ന എണ്ണം കൂടുക, ഇതിലുണ്ടാകുന്ന ഫോട്ടോ ഇലക്ട്രിക്കിൻ്റെ എഫക്റ്റിൻ്റെ വാല്യൂ കൂടും. പക്ഷെ കൂടി പെട്ടെന്ന് വീണ്ടും ഞാൻ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് കൂടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം 4 ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെട്ടെ. അങ്ങനെ 4 ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് എല്ലാം നെയ്യിലേക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ഒരു ഫോട്ടോ ഇലക്ട്രിക് കറന്റിൻ്റെ വാല്യൂ ഉണ്ടാവും. പക്ഷേ ഞാൻ എല്ലാ ഇലക്ട്രോൺസും എമിറ്റ് ചെയ്യപ്പെടുന്നത് എയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ കൂട്ടി. അങ്ങനെയുള്ള പൊട്ടൻഷ്യലിനെ കൂട്ടുന്ന സമയത്ത് എനിക്കതിനെ ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം. കാരണം എന്താ? അതിലുണ്ടാകുന്ന ആക്സിലറേഷനെ കൂട്ടുന്ന ആക്സിലേറ്റിംഗ് പൊട്ടൻഷ്യൽ വിളിക്കാം. അങ്ങനെ ആക്സിലേറ്റിംഗ് പൊട്ടൻഷ്യൽ കൂടിയത് കാരണം ആദ്യം എത്ര ഫോട്ടോ ഇലക്ട്രോൺസ് ആണ് എമിറ്റ് ചെയ്യുന്ന ആ എല്ലാ ഇലക്ട്രോൺസ് എനിക്ക് എവിടെ എത്തിക്കാൻ പറ്റി? എന്ന് പറഞ്ഞ ഇലക്ട്രോണിൽ എത്തിക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ എല്ലാ ഇതിനും എനിക്ക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലേ. പക്ഷേ ഞാൻ വീണ്ടും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആക്സിലേറ്റിംഗ് പൊട്ടൻഷ്യൽ കൂട്ടുക ചെയ്യുന്നത്. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യുന്നില്ല? കറണ്ട് കൂടുന്നില്ല. കാരണം എന്താ? ആകെ ഇവിടെ 4 ഇലക്ട്രോണാണ് റിലീസ് ചെയ്തുള്ളൂ. ആ 4 ഇലക്ട്രോൺ എത്തുകയും ചെയ്ത്. പക്ഷെ ഇനി വീണ്ടും കിട്ടിയാൽ ആ 4 ഇലക്ട്രോണിൽ കൂടുതൽ കിട്ടുമോ? ഇല്ല. ആദ്യം 4 റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ 4 മൊത്തം എത്തി. ഇനി ഞാൻ വീണ്ടും ആക്സിലേറ്റിംഗ് പൊട്ടൻഷ്യൽ കൂട്ടുന്ന സമയത്ത് 4 എന്ത് ചെയ്യില്ല? കൂടില്ല. 4 കൂടുന്നില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടുമോ? ഇല്ല. കാരണം ഇലക്ട്രോൺ ഡിപ്പെൻഡ് ചെയ്യും കറണ്ട് പാസ് ചെയ്യുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ ഏത് പോയിലേക്ക് എത്തും? സാച്ചുറേഷൻ കറണ്ടിലേക്ക് എത്തും. കാരണം സാച്ചുറേഷൻ വെച്ചാൽ അതിലും കൂടുകയില്ല. ഒരു മാക്സിമം വാല്യൂലേക്ക് എത്തിക്കഴിഞ്ഞ് സാച്ചുറേഷൻ കറണ്ട് എത്തി. ഇനി ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ശ്രദ്ധിക്കുക. ആദ്യം ആക്സിലേറ്റിംഗ് പൊട്ടൻഷ്യൽ കൂടുന്ന സമയത്ത് ഇവിടെയുള്ള ഇലക്ട്രോൺസ് എയിലേക്ക് എത്തുന്ന അളവും കൂടി. പക്ഷേ ഒരു പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഇലക്ട്രോൺസും അവിടത്തേക്ക് എത്തി. പിന്നെ ബാക്കിയുള്ള ഇലക്ട്രോൺസ് ഇല്ല. എല്ലാത്ത ഇലക്ട്രോൺസ് നമുക്ക് വീണ്ടും എത്തിക്കാൻ പറ്റുമോ? ഇല്ല. എത്രയാണോ 4 ഉണ്ടായത് ആ 4 മൊത്തം ഇലക്ട്രോൺസ് അവിടത്തേക്ക് എത്തി എല്ലാം കറണ്ടായി മാറ്റി. പക്ഷേ ഇനിയും കൂട്ടിക്കഴിഞ്ഞാൽ ഇനിയും കൂടില്ല. കാരണം 4 ഉള്ളൂ. ആ മൊത്തം അവിടത്തേക്ക് എത്തി. അപ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് ആയി. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ കുറയ്ക്കുകയും ചെയ്യുന്നു. പൊട്ടൻഷ്യൽ കുറച്ച് ബാക്കോട്ടേക്ക് വരുന്ന സമയത്ത് ഇത് ഒറിജിൻ ആണല്ലോ, ഇത് 0 ആണല്ലോ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് ആയിരിക്കുമല്ലോ ഉണ്ടാവാൻ, റൈറ്റ് സൈഡിൽ പോസിറ്റീവ് ആണല്ലോ. പോസിറ്റീവ് പൊട്ടൻഷ്യലിനെ നമ്മൾ ആക്സിലേറ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ. പക്ഷേ ഈ നെഗറ്റീവ് കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഓൾറെഡി എക്ക് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണല്ലേ. പക്ഷെ ഞാനിവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ എക്കുള്ള പൊട്ടൻഷ്യൽ മൊത്തം നെഗറ്റീവ് ആവും. നെഗറ്റീവ് ആണെങ്കിൽ ഇത് ഇലക്ട്രോൺസ് നെഗറ്റീവ് അല്ലേ. ആ നെഗറ്റീവ് നമ്മൾ എന്ത് സംഭവിക്കും? ഒരു റിപ്പൾഷൻ സംഭവിക്കും. ആ റിപ്പൾഷൻ കാരണം ഇത് എന്ത് ചെയ്യാൻ കഴിയില്ല? ഈ ഇലക്ട്രോൺസിനൊന്നും എയിലേക്ക് എത്താൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസ് എയിലേക്ക് എത്തുന്ന അളവ് കുറക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ഇത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇവിടെ റിപ്പൾഷൻ കാരണം ഇലക്ട്രോൺസിന് മൊത്തം എത്താൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം 4 ഇലക്ട്രോൺസ് ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടുന്ന സമയത്ത് ഇലക്ട്രോൺ എയിലേക്ക് എത്തുന്ന അളവ് കുറക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് കൂടുതൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്താൽ കൂടുതൽ ഇലക്ട്രോണിന് പ്രയാസമായിരിക്കും എയിലേക്ക് എത്താൻ. അങ്ങനെയാണെങ്കിൽ എയിലേക്ക് എന്ന ഇലക്ട്രോണിൻ്റെ വാല്യൂസ് കുറയല്ലേ ചെയ്യാൻ. അതിൻ്റെ വാല്യൂസ് കുറഞ്ഞ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കുറയുകയല്ലേ ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്യും? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കുറഞ്ഞ് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുന്ന സമയത്ത് VS എന്നുള്ള വാല്യൂ കിട്ടും. എന്താ VS? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. എന്താ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ പ്രത്യേകത? ആ പോയിന്റിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇസ് ദ റിവേഴ്സ് പൊട്ടൻഷ്യൽ when the photoelectric current is 0. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഓൾറെഡി നമ്മൾ 2 ഗ്രാഫ് കണ്ടല്ലേ. ഇനി അടുത്ത ഗ്രാഫിലേക്ക് പോവുകയാണ്. സെയിം എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താ കോൺസ്റ്റൻ്റ് ആക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റിയും കോൺസ്റ്റൻ്റ് ആക്കുകയാണ്. പക്ഷേ
നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, നേരത്തെ ഫ്രീക്വൻസി ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ്. പക്ഷേ ഇവിടെ 3 ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. നേരത്തെ രണ്ടാമത് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത സെയിം സംഭവം തന്നെ, പക്ഷേ ഇവിടെ 3 ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഗ്രാഫ് വരുന്നത് നോക്കാൻ. ഇനി എപ്പോഴും മനസ്സിൽ ഞാൻ 2 ലോസ് പറഞ്ഞില്ല, ആ 2 ലോസ് തന്നെയാണ് നമ്മൾ മനസ്സിലെപ്പോഴും മനസ്സിൽ കാണേണ്ടത്. ഫസ്റ്റത്തെ ലോ എന്താ? ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോട്ടോ ഇലക്ട്രോൺസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര ഇൻറ്റൻസിറ്റി കൂട്ടുന്നുണ്ടോ അത്ര കറണ്ടിൻ്റെ വാല്യൂ കൂടണമല്ലോ. കാരണം ഇൻറ്റൻസിറ്റി കൂടുന്ന സമയത്ത് ഫോട്ടോൺസിൻ്റെ അളവ് കൂടുന്ന സമയത്ത് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം ദ മെറ്റൽ സർഫസും കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാകുന്ന സമയത്ത് ഫോട്ടോ ഇലക്ട്രോൺസും കൂടിക്കഴിഞ്ഞാൽ കറണ്ട് കൂടും. അങ്ങനെയാകുന്ന കേസിൽ സെയിം നാട്ടിൽ ഗ്രാഫ് തന്നെയാണ് ഇവിടെ വരാൻ. പക്ഷേ ഇവിടെ ഇൻറ്റൻസിറ്റി ഡിഫറെൻ്റ് ആയതുകൊണ്ട് സാച്ചുറേഷൻ കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എന്താ? ഇൻറ്റൻസിറ്റി ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല നമ്മൾ നേരത്തെ കണ്ടത്. അതായത് ഇവിടെ 3 ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റി ആയാലും ശരി, ഏതിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സാച്ചുറേഷൻ കറണ്ട് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടുന്നത്? I1-നാണല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? I1-ന് ഇൻറ്റൻസിറ്റിയാണ് കൂടുതൽ. കാരണം എന്താ? I1 ഇൻറ്റൻസിറ്റി കൂടുതലായതുകൊണ്ടാണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടിയത്. രണ്ടാമത്തെ കേസിൽ ഇൻറ്റൻസിറ്റി I2, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവും. അവിടെ രണ്ടാമതാണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇവിടെ മാക്സിമം വരുന്നത്. അങ്ങനെയാകുന്ന സമയത്ത് രണ്ടാമത്തെ ഇൻറ്റൻസിറ്റിൻ്റെ വാല്യൂ ആയിരിക്കും I2. ചുരുക്കി പറഞ്ഞാൽ സാച്ചുറേഷൻ കറണ്ടിൻ്റെ വാല്യൂ കൂടുന്നോറും ഇൻറ്റൻസിറ്റി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടിയത് കൊണ്ടാണ് സാച്ചുറേഷൻ കറണ്ട് കൂടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് ഇൻറ്റൻസിറ്റിയിൽ ഏതിലായിരിക്കും കൂടുതൽ ഉണ്ടാവാൻ? I1 ആയിരിക്കും ഫസ്റ്റ് വരാൻ. കാരണം എന്താ? I1-ൻ്റെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഏറ്റവും മാക്സിമം. അതിൻ്റെ അർത്ഥം എന്താ? I1-ൻ്റെ ഇൻറ്റൻസിറ്റി വളരെ വലുതാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവതായിരിക്കും ഇൻറ്റൻസിറ്റി I3 ആയിരിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കണേ, VS സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണല്ലോ. എപ്പോഴും മനസ്സിൽ കരുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോണിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. അതായത് രണ്ട് കാരണം ഇൻറ്റൻസിറ്റി ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഡിപ്പെൻഡ് ചെയ്യും. മാത്രമല്ല ഇവിടെ ഉണ്ടാകുന്ന ഫ്രീക്വൻസി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിഫറെൻ്റ്. പക്ഷേ ഇവിടെ 3 ഇൻറ്റൻസിറ്റി ആയാലും ശരി, ഇവിടെ ഉണ്ടാകുന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആണല്ലോ. കാരണം എന്താ? ഞാനിവിടെ ഫ്രീക്വൻസിയെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നത്. ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ഇൻറ്റൻസിറ്റി 3 ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റിൻ്റെ വാല്യൂ കണ്ട് എങ്കിൽ പോലും ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണല്ലോ. ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അക്കോർഡിംഗ് ടു ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കൈനറ്റിക് എനർജിയും കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ. കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും സെയിം തന്നെയായിരിക്കും. അവിടെ എത്ര ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റി എടുത്താലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറില്ല. ഇനി സെയിം ഗ്രാഫിൽ തന്നെ രണ്ടാമത്തെ ഗ്രാഫിൻ്റെ ഏതാണെന്ന് വെച്ചാൽ ഇവിടെ ഫ്രീക്വൻസി ആൻഡ് ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. പക്ഷെ പലതരത്തിലുള്ള ഫ്രീക്വൻസിൻ്റെ കേസിൽ നമ്മൾ എടുക്കുന്നത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി. ഇനി അങ്ങനെയാണെങ്കിൽ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ആവുന്ന സമയത്ത് ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജി ആയിരിക്കണ്ടേ അക്കോർഡിംഗ് ടു ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇനി ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജി ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മളിവിടെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ എന്തെടുക്കുന്നില്ല? ഇൻറ്റൻസിറ്റി വേരി ചെയ്യിക്കുന്നില്ല. അങ്ങനെയാകുന്ന സമയത്ത് ഇവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേറെ ആയിരിക്കണമല്ലോ. അങ്ങനെ നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാത്രം മാറാൻ പാടുള്ളൂ. ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിൻ്റെ മാക്സിമം സാച്ചുറേഷൻ കറണ്ട് മാറാൻ പാടില്ല. അങ്ങനെ ഇവിടെ എന്ത് കിട്ടും? 3 ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3 സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കിട്ടും. ഇതാണ് VS1, ഇതാണ് VS2, ഇതാണ് VS3. ഇനി ശ്രദ്ധിക്കേ, ആർക്കാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുതൽ? VS1-നാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുതൽ. അതിനാണെങ്കിൽ ഇത് 3 ഫ്രീക്വൻസി ആയിരിക്കും. new1, new2, new3 ആണെങ്കിൽ new1 ഫ്രീക്വൻസിക്കാണ് കൂടുതൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. new1 ഫ്രീക്വൻസിക്കാണ് കൂടുതൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ കൈനറ്റിക് എനർജി കൂടുതലാണെന്നല്ലേ. കൈനറ്റിക് എനർജി കൂടുതലാണ്. അതിൻ്റെ അർത്ഥം എന്താ? അതുണ്ടാകുന്ന ഫ്രീക്വൻസിൻ്റെ വാല്യൂ മാക്സിമം ആണ്. ഇനി ഇവിടെ നോക്ക്, VS3ക്കാണ് ഏറ്റവും കുറവ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. നമ്മളെപ്പോൾ ഒറിജിനൽ VS-ലേക്കുള്ള വാല്യൂ എടുക്കാൻ ഇവിടെ VS3ആണ് ഏറ്റവും ചെറിയ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അതിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ചെറുതാണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി ചെറുതായിരിക്കുമല്ലോ. അതിൻ്റെ കൈനറ്റിക് എനർജി ചെറുതാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസിൻ്റെ വാല്യൂയും ചെറുതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ new1 ഗ്രേറ്റർ ദാൻ new2 ഗ്രേറ്റർ ദാൻ new3. അതായത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുന്നതിൻ്റെ അതിൻ്റെ അർത്ഥം എന്താ? ഫ്രീക്വൻസിൻ്റെ വാല്യൂ കൂടുക ചെയ്യും. ഇനി അടുത്ത ഗ്രാഫിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 മെറ്റൽസ് എടുത്തിട്ട് അതിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫ്രീക്വൻസി നമ്മളുടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. അങ്ങനെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഐൻസ്റ്റീൻസ് ഇക്വേഷൻ ഓർമ്മ ഉണ്ടല്ലോ. എന്താ ഐൻസ്റ്റീൻ പറയുന്നത്? ഒരു ഫോട്ടോണുള്ള എനർജി എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും? കുറച്ച് വർക്ക് ഫംഗ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, കുറച്ച് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും? കൈനറ്റിക് എനർജി ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ hν = hν0 + ½ mv² കൊടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജിൻ്റെ വാല്യൂ hν - hν0 എന്നുള്ളത് ട്രാൻസ്പോസ് ചെയ്യുന്ന സംഭവം കിട്ടും. ഇനി കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താണ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജിൻ്റെ വാല്യൂ വെച്ചാൽ EVS. എന്താ EVS എന്ന് വെച്ചാൽ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ പഠിച്ചിന് പൊട്ടൻഷ്യലും വർക്ക് ഡൺ നമ്മൾ ഇക്വേഷൻ. എന്താ പൊട്ടൻഷ്യലും വർക്ക് ഡൺ നമ്മൾ ഇക്വേഷൻ? V = W/Q അല്ലേ പൊട്ടൻഷ്യലും വർക്ക് ഡൺ നമ്മൾ ഇക്വേഷൻ. അതായത് ഒരു Q ചാർജ് 2 പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇടയിലൊക്കെ മൂവ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അന്നേരം ചെയ്യേണ്ട വർക്ക് ഡൺ ആണ് W. അങ്ങനെ W വർക്ക് ഡൺ Q ചാർജിന് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = W/Q. അങ്ങനെയാണെങ്കിൽ W = V × Q എന്ന് എഴുതിക്കൂടെ?
പക്ഷെ ഞാനിവിടെ ഇലക്ട്രോണിനെയാണ് രണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയ ഈ എക്സ്പെരിമെന്റ് സെറ്റിലൂടെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ക്യൂക്ക് പകരം ഇ കൊടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇ വി ഇസ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് എഴുതാം. ഇനി എന്താ വർക്ക് എനർജി തിയറം പറയുന്നത്? വർക്ക് എനർജി തിയറം പറയുന്നത് വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ബൈ ദ വർക്ക് ഡൺ ബൈ ദ നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അങ്ങനെയാണ് ഈ വർക്ക് ഡൺ എനിക്ക് എന്ത് കൊടുക്കുക? ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു ഇ വി. പക്ഷേ ഇവിടെ സ്റ്റോപ്പ് ഇമ്പോർട്ടൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി. അങ്ങനെയാണ് സമയത്ത് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കും? ഇ വി എസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ കൊടുക്കും. ഇനി ഇവിടെ വി എസ് സ്റ്റോപ്പ് ഇമ്പോർട്ടൻസിലാണല്ലോ. സ്റ്റോപ്പ് ഇമ്പോർട്ടൻസിൽ വി എസിന് വി എസ് ഈക്വൽ ടു എച്ച് ബൈ ഇ ഇൻറ്റു ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ എന്ന് കരുതാലോ. കാരണം എന്താ? ലെഫ്റ്റ് സൈഡിലെ ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ ആയി ഈന ഞാൻ റൈറ്റിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. റൈറ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വി എസ് ഈക്വൽ ടു എച്ച് ബൈ ഇ ഇൻറ്റു ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ എന്ന് പറയും. ഇനി ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസി നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തിന് കറസ്പോണ്ടിങ് ആയ ഇക്വേഷനാണ്? ഒരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷനാണ്. എന്താ ഒരു ബേസിക് ആയ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ വരാൻ? വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. അതായത് എന്താണോ വൈയിലുള്ള വാല്യൂ അത് ലെഫ്റ്റിൽ വരണം, ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഇവിടെ എം എന്ന് വെച്ചാൽ സ്ലോപ്പാണല്ലോ. എക്സിൻ്റെ കൂടെയുള്ള കോഫിഷ്യൻറ്റിനെ സ്ലോപ്പാക്കി എടുക്കാൻ. അതേപോലെ ഇതുണ്ടാകുന്ന സി എന്താ? വൈ ഇൻ്റർസെപ്റ്റ്. എന്താ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് വെച്ചാൽ അതായത് ഒരു സ്ട്രേറ്റ് ലൈനെ വൈ ആക്സിലേക്ക് മീറ്റ് ചെയ്യുന്ന പോയിന്റിനാണ് വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വി എസ് അല്ലേ? അതായത് വൈ ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വി എസ് ആയ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അത് തന്നെയല്ല നമ്മളിവിടെ എടുത്ത സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആയിട്ട് എടുത്തത്. ഇനി ഇവിടെ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എക്സ് ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഫ്രീക്വൻസി അല്ലേ? അതന്നെയല്ല നമ്മളിവിടെ എക്സ് ആക്സിന് കറസ്പോണ്ടിങ് ആയി ഫ്രീക്വൻസി ന്യൂ എടുത്തത്. അപ്പോൾ അതും ഓക്കെ. ഇനി ഈ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താ? എച്ച് ബൈ ഇ. എന്താ എച്ച് എന്ന് വെച്ചാൽ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അതൊരു കോൺസ്റ്റന്റ് ആണല്ലോ. എന്താണ് ഇ എന്ന് വെച്ചാൽ? ചാർജ് ഓഫ് ഇലക്ട്രോൺ. അതൊരു കോൺസ്റ്റന്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എച്ച് ബൈ ഇ ആയ ആ സ്ലോപ്പ് എപ്പോഴും സെയിം ആയിരിക്കും. കാരണം സ്ലോപ്പ് എന്നുള്ളത് എച്ച് ബൈ ഇ. അത് ഏത് മെറ്റൽ എടുത്താലും അതിൻ്റെ എച്ച് ബൈൻ്റെ വാല്യൂ സെയിം ആയിരിക്കണം. കാരണം അത് രണ്ട് കോൺസ്റ്റന്റ് ആവും. അങ്ങനെ ഏത് മെറ്റൽ എടുത്താലും അതിൻ്റെ സ്ലോപ്പ് സെയിം ആയിരിക്കണം. അതുകൊണ്ടാണ് മെറ്റൽ എയുടെ സ്ലോപ്പും മെറ്റൽ ബിയുടെ സ്ലോപ്പും സെയിം ആണ്. ഏതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും? ത്രെഷോൾഡ് ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആയിരിക്കും, അതിൻ്റെ വർക്ക് ഫംഗ്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. എങ്കിൽ പോലും അതിൻ്റെ സ്ലോപ്പ് എന്താണ്? സെയിം ആണ് വന്നത്. ഇനി സി നോക്ക്. സി എന്ന് വെച്ചാൽ വൈ ഇൻ്റർസെപ്റ്റ് ആണ്. വൈ ഇൻ്റർസെപ്റ്റ് നമുക്ക് എന്താ കിട്ടിയത്? എച്ച് ഇൻറ്റു ന്യൂ സീറോ. എന്താ എച്ച് ഇൻറ്റു ന്യൂ സീറോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി ന്യൂ സീറോ എ ആക്കി എടുക്കുക. ഇതിൻ്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി ന്യൂ സീറോ ബി. കാരണം ത്രെഷോൾഡ് ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ മെറ്റൽ ഡിഫറെൻ്റ് ആകുന്ന സമയത്ത്. കാരണം വർക്ക് ഫംഗ്ഷൻ ഡിഫറെൻ്റ് ആയിരുന്ന കേസിൽ. അങ്ങനെയാണെങ്കിൽ എച്ച് ന്യൂ സീറോ ഇൻ്റർസെപ്റ്റ് ആണ്. മെറ്റൽ എൻ്റെ വൈ ഇൻ്റർസെപ്റ്റ് ആണല്ലോ ഈ പോയിന്റ്. ഈ പോയിന്റ് എന്തായിരിക്കണം? എച്ച് ന്യൂ സീറോ ഡിവൈഡ് ബൈ ഇ വരും. ഇവിടെ എച്ച് ന്യൂ സീറോ എ ആയതുകൊണ്ട് എച്ച് ന്യൂ സീറോ ബൈ എ ഡിവൈഡ് ബൈ ഇ. ന്യൂ സീറോ ബീൻ്റെ കേസിൽ എന്ത് ചെയ്താൽ? എച്ച് ന്യൂ സീറോ ബി ഡിവൈഡ് ബൈ ഇ എന്ന് എഴുതാൻ പറ്റും. Okay, so till now we have discussed about the particle nature of light. So we are now going towards the wave nature of matter. അതായത് എന്താ ചാപ്റ്ററിൻ്റെ പേര്? എന്താ? ഡ്യുവൽ നാച്ചർ ഓഫ് റേഡിയേഷൻ മാറ്റർ. അതായത് റേഡിയേഷൻ്റെ രണ്ട് നേച്ചർ ഏതല്ലോ? വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും. മാത്രമല്ല മാറ്ററിനും ഉണ്ട് രണ്ട് നേച്ചർ ഏതല്ലോ? വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും. പക്ഷെ നമുക്ക് പാർട്ടിക്കിൾ നേച്ചർ ഏതൊരു മാറ്ററിനും പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഇനി അവിടെ പഠിക്കുന്ന വേവ് നേച്ചറാണ് ഓഫ് മാറ്റർ. എന്താ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് പറയുന്നത് വെച്ചാൽ ഓരോ പാർട്ടിക്കിളും, അതായത് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത് അത് വേവ് എന്ന രീതിയിൽ പാസ് ചെയ്യാൻ. അങ്ങനെയാണ് അതിൻ്റെ എന്ത് പ്രോപ്പർട്ടി വന്നത്? വേവ് പ്രോപ്പർട്ടി വന്നത്. ഇനി ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഉദ്ദേശിക്കുന്നത് വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് എ മൂവിങ് പാർട്ടിക്കിൾ ഇസ് നോൺ ആസ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഇനിയിപ്പോൾ നമ്മളൊരു ക്രിക്കറ്റ് ബോൾ ആണെങ്കിൽ പോലും അതൊരു വേവ് രീതിയിലാണ് അത് മൂവ് ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല? കാരണം അതിൻ്റെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേവ് ലെങ്ത് വളരെ 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 ചെറുതായതുകൊണ്ടാണ് അത് സ്ട്രേറ്റ് ലൈനിൽ പാസ് ചെയ്യുന്ന പോലെ തോന്നുന്നത്. പക്ഷേ അതൊരു ഇലക്ട്രോണിൻ്റെ കേസിലാണെങ്കിലോ ഒരു ഹൈ വെലോസിറ്റിയിൽ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത് അതൊരു വേവ് എന്നുള്ള രീതിയിലാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ വേവ് അസോസിയേറ്റഡ് വിത്ത് മൂവിംഗ് പാർട്ടിക്കൽ ഇക്വേഷൻ ആണ് ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ പി. എന്താ ലാംഡ എന്ന് വെച്ചാൽ വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. അതാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഇനി എച്ച് എന്ന് വെച്ചാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. എന്താണ് പി എന്ന് ഉദ്ദേശിക്കുന്നത്? പി ആണ് നമ്മുടെ മൊമെന്റം ഓഫ് ദ പാർട്ടിക്കിൾ. കാരണം ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് മാസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെതൊരു വെലോസിറ്റി ഉണ്ടാവുമല്ലോ. ഇനി എന്താണ് മൊമെന്റ് എന്ന് വെച്ചാൽ ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ പി എന്ന് ചെയ്താൽ പിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? മൊമെന്റ് എന്ന് വെച്ചാൽ മാസിൻ്റെ വെലോസിറ്റി അല്ലേ. അങ്ങനെ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പക്ഷേ ഈ രണ്ട് ഇക്വേഷൻ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് എനർജി ആൻഡ് പവറും പൊല്യൂഷനും പഠിച്ച സംഭവമാണ് കൈനറ്റിക് എനർജി മൊമെന്റും നമ്മളെ റിലേഷൻ നമ്മൾ ഓർക്കണം. എന്താ കൈനറ്റിക് എനർജി മൊമെന്റും നമ്മൾ റിലേഷൻ? കൈനറ്റിക് എനർജി ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. കാരണം ചിലപ്പോൾ അവർ കൈനറ്റിക് എനർജിൻ്റെ ടേംസ് തരാൻ ആ സമയത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മൊമെന്റം അതിൽ നിന്ന് കിട്ടണം. അതേപോലെ മൊമെന്റം ഈക്വൽ ടു പി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 2m കൈനറ്റിക് എനർജി കിട്ടും. ഏത് സെയിം ഇക്വേഷൻ തന്നെ. ആ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു എന്നുള്ള രീതി ചെയ്യുന്ന സമയത്ത് 2m ലെഫ്റ്റിലേക്ക് പോയി പി സ്ക്വയർ ഈക്വൽ ടു 2m k വരും.
P is equal to root of 2m kinetic energy. അത് മാത്രം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഇനി എങ്ങനെയാണ് നമ്മളിത് കൺഫേം ചെയ്യുന്നത്? അതായത് ഒരു പാർട്ടിക്കലിന് വേവ് നേച്ചർ ഉണ്ടെന്നുള്ളത് എങ്ങനെ കൺഫേം ചെയ്യുന്നത് വെച്ചാൽ അതിനാണ് നമ്മൾ ഡേവിസൺ ജർമ്മൽ എക്സ്പെരിമെൻറ്റ് പഠിക്കുന്നത്. എന്താ ഡേവിസൺ ജർമ്മൽ എക്സ്പെരിമെൻറ്റ് ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിളായ ഒരു എക്സ്പെരിമെൻ്റ് ആണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ അവിടെ ഇലക്ട്രോൺ കണ്ടുണ്ടോ, അതായത് അതൊരു ഫിലമെൻ്റ് ഉണ്ടോ, ആ ഫിലമെൻ്റ് യൂസ് ചെയ്ത് ആ ഫിലമെൻ്റ് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യും. ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ഇലക്ട്രോൺ റിലീസ് ചെയ്യുമല്ലോ, ഇലക്ട്രോൺ ബീം റിലീസ് ചെയ്യുമല്ലോ. അങ്ങനെ ആ ഇലക്ട്രോൺ ബീം വരുന്ന സമയത്ത് അതൊരു നിക്കൽ ക്ലോറൈഡ് ക്രിസ്റ്റലാണ് അത് പതിക്കുന്നത്. ആ പതിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അത് നിക്കൽ ക്ലോറൈഡ് ക്രിസ്റ്റലിലേക്ക് പതിക്കുന്ന സമയത്ത് അത് എല്ലാ ഡയറക്ഷനിലും എന്ത് ചെയ്യപ്പെടും? സ്കാറ്റർ ചെയ്യപ്പെടും അല്ലേ. സ്കാറ്റർ ചെയ്യപ്പെടുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു ഇലക്ട്രോൺ ഡിറ്റക്ടർ വെക്കും. എന്താ ഇലക്ട്രോൺ ഡിറ്റക്ടർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എത്ര ഇലക്ട്രോൺസ് ആണ് അവിടെ പാസ് ചെയ്യുന്നത് അതിൻ്റെ കൗണ്ട് നമുക്ക് എന്തിൽ നിന്ന് കിട്ടും? ഇലക്ട്രോൺ ഡിറ്റക്ടറിൽ നിന്ന് കിട്ടും. പക്ഷേ ഇത് എല്ലാ ഡയറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്യില്ലേ? ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമല്ല, എല്ലാ ഡയറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ മാത്രം അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിനാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. അതായത് എല്ലാ ഭാഗത്തേക്കും ഈ നിക്കൽ ക്ലോറൈഡ് ക്രിസ്റ്റൽ ആ ഇലക്ട്രോൺ ബീമിനെ സ്കാറ്റർ ചെയ്യപ്പെടും. എങ്കിൽ പോലും ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ മാത്രം അല്ലെങ്കിൽ ഒരു പല ആംഗിളിൽ ചില ആംഗിളിൽ മാത്രം ഇലക്ട്രോൺസിൻ്റെ കൗണ്ട് കൂടുതലായിട്ട് കാണുന്നത്. എന്തുകൊണ്ട് അവിടെ കൂടുതലായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇലക്ട്രോൺ ബീം സ്കാറ്റർ ചെയ്യപ്പെടുക ചെയ്യുന്നത്. അങ്ങനെ സ്കാറ്റർ ചെയ്യപ്പെടുന്ന സമയത്ത് അതൊരു ഇലക്ട്രോൺ ആണെങ്കിൽ പോലും അത് വേവ് എന്നുള്ള രീതിയിലാണ് പാസ് ചെയ്യുന്നത്. അങ്ങനെ വേവ് എന്നുള്ള രീതിയിൽ പാസ് ചെയ്യുന്ന സമയത്ത് ചില ആംഗിളിൽ രണ്ട് ഇലക്ട്രോണിൻ്റെ വേവ് തമ്മിൽ ഒരു ക്രസ്റ്റും മിക്സ് ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മൾ എന്തുണ്ടാവുമെന്ന് പഠിച്ച കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് അല്ലേ, അവിടെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കുമല്ലോ, അതേപോലെ ഇവിടെ ഇലക്ട്രോണിൻ്റെ എണ്ണവും വളരെ മാക്സിമം ആയിരിക്കും. അങ്ങനെ ഇവിടെ ഓരോ ആംഗിളിൽ മാത്രം കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലായതിനു ശേഷം നമുക്ക് എന്ത് പറയാം? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുന്നത് അതൊരു വേവിൻ്റെ പ്രോപ്പർട്ടിയോ, രണ്ട് വേവ്സിൻ്റെ ക്രസ്റ്റും മീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹൈ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് തന്നെയാണ്. അത് നടക്കണമെങ്കിൽ അതിന് വേവ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. അങ്ങനെ നമുക്ക് എന്ത് കൺഫേം ചെയ്ത് ഈ സ്കാറ്റർ ചെയ്യപ്പെടുന്ന ഇലക്ട്രോണ് അതായത് ഏതൊരു പാർട്ടിക്കലിനും എന്ത് നേച്ചറും കൂടി ഉണ്ടാവും? വേവ് നേച്ചർ ഉണ്ടാവും. പക്ഷെ അത് കറക്റ്റായിട്ട് കാണുന്നില്ല. ഒരു ബോൾ നമ്മൾ ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യിപ്പിച്ചാൽ പോലും അതിൻ്റെ വേവ് ലെങ്ത് വളരെ വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. ഓക്കെ, അതാണ്. ഇനിയുള്ളത് ആർക്കൈവ്സിലുള്ള 7th ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് 7th ക്വസ്റ്റ്യൻ. ആ 7th ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മെറ്റലിന് വർക്ക് ഫംഗ്ഷൻ തന്നിന് 1.8 ഇലക്ട്രോൺ വോൾട്ട്. എന്താ ഇലക്ട്രോൺ വോൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോൺ വോൾട്ട് എന്ന് വെച്ചാൽ എനർജിയുടെ യൂണിറ്റ് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, എനർജിയുടെ യൂണിറ്റ്. പക്ഷേ അതിങ്ങനെ നമ്മൾ ജൂളിലേക്ക് മനസ്സിലാക്കുക. നിങ്ങൾ ഈ രീതിയിൽ ചിന്തിച്ചാൽ മതി. ഈ അല്ല സ്മോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ് ഉദ്ദേശിക്കുന്നത്, അതായത് 1.6 × 10⁻⁻19 ജൂൾ. 1.6 × 10⁻⁻19 ജൂളാണ്. ഇനി അവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോണിൻ്റെ മാക്സിമം കൈനറ്റിക് എനർജി 0.5 ഇലക്ട്രോൺ വോൾട്ടാണ് തന്നിന്. അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യാൻ? ഒരു ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കൈനറ്റിക് എനർജിൻ്റെ അടുത്ത ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജി എന്തിനോട് ഇക്വേറ്റ് ചെയ്യാം? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലായി EVS-നോട് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ സമയത്ത് കൈനറ്റിക് എനർജി തന്നിന്, പക്ഷേ അത് ഇലക്ട്രോൺ വോൾട്ടിന് തന്നെ 0.5 ഇലക്ട്രോൺ വോൾട്ടാണ് തന്നിന്. പക്ഷേ 0.5 ഇലക്ട്രോൺ വോൾട്ടിന് നമുക്ക് EVS സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. പക്ഷേ ഇമ്പോർട്ടൻ്റ് എന്താ? 0.5 ഇലക്ട്രോൺ വോൾട്ട് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ? അത് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 0.5 × 1.6 × 10⁻⁻19 ജൂൾ കൊടുക്കാമല്ലോ, വിച്ച് ഇസ് E × VS. എന്താ E എന്ന് വെച്ചാൽ ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ തന്നെയാണ്. ചാർജ് ഓഫ് ഇലക്ട്രോണിന് സബ്സ്റ്റിറ്റ്യൂട്ട് 1.6 × 10⁻⁻19 കൂളോം × VS ആണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും 1.6 ഉണ്ട്. അത് രണ്ടും ക്യാൻസൽ 10⁻⁻19 10⁻⁻10 അത് രണ്ടും ക്യാൻസൽ ചെയ്യപ്പെടുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? VS = 0.5 വോൾട്ട് എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരിക്കലും മനസ്സിലാക്കണത് ഇവിടെ 1.8 ഇലക്ട്രോൺ വോൾട്ട് വർക്ക് ഫംഗ്ഷൻ കിട്ടിയിട്ട് പോലും അവിടെ നമ്മൾ എന്ത് തമ്മിൽ കണക്ട് ചെയ്യേണ്ടത്? കൈനറ്റിക് എനർജിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും മാത്രമേ അവിടെ കണക്ഷൻ ഉള്ളൂ. അവിടെ വർക്ക് ഫംഗ്ഷനുമായിട്ട് കണക്ഷൻ വരുന്നില്ല. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2014 നീറ്റാണ്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ആ പാർട്ടിക്കിൾ നമ്മൾ 16 ടൈംസ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നത്. അതായത് 14th ആർക്കൈവ്സ് 14th ക്വസ്റ്റ്യൻ. ആർക്കൈവ്സ് വെമ്പർ അക്കാഡമി ബുക്കിലെ 14th ക്വസ്റ്റ്യൻ. അവിടെ 2014 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി 16 ടൈംസ് ഇൻക്രീസ് ചെയ്ത്. അതിൻ്റെ അർത്ഥം എന്താ? ആദ്യം ഇനീഷ്യൽ ഒരു കൈനറ്റിക് എനർജി ഉണ്ട്, അത് 16 ടൈംസ് ആയി. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി നമുക്ക് KE എന്ന് എടുത്തോ. ഇനീഷ്യൽ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി. ഇനി ചേഞ്ച് ചെയ്യപ്പെടുന്ന കൈനറ്റിക് എനർജിനെ KE' എടുത്തോ. എങ്ങനെയാണെങ്കിൽ പുതിയ കൈനറ്റിക് എനർജി എന്താണ്? 16 ടൈംസ് ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ KE
ഡാഷ് ഇസ് ഈക്വൽ ടു 16 ടൈംസ് കെ ഇ എഴുതി കൂടെ? അതല്ല നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആക്കി തന്ന. അങ്ങനെയാണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിൽ ഉണ്ടാകുന്ന മാറ്റം ശ്രദ്ധിക്കേ. കൈനറ്റിക് എനർജി കെ ഇ ആകുന്ന സമയത്ത് അതിൻ്റെ ഇക്വേഷൻ എന്താ? ലാംഡ ഇസ് ഈക്വൽ ടു ഡി ബ്രോഗ്ലി വേവിൻ്റെ ഇക്വേഷൻ ലാംഡ ഇസ് ഈക്വൽ ടു h/p. പക്ഷെ കൈനറ്റിക് എനർജി മാറിയ നോക്ക്, ഇവിടെ കൈനറ്റിക് എനർജി മാറിയ ഇവിടെ മൊമെന്റം മാറുമല്ലോ. ഒബ്വിയസ്ലി അത് മാറും. അങ്ങനെയാകുന്ന സമയത്ത് ഇവിടെ 16 ടൈംസ് ആ കൈനറ്റിക് എനർജി മാറിയ. അങ്ങനെയാണ് അതിൻ്റെ പുതിയ മൊമെന്റം കണ്ടുപിടിക്കണമല്ലോ. പുതിയ മൊമെൻ്റ് ആണ്. പുതിയ മൊമെന്റം കണ്ടുപിടിക്കുന്ന സമയത്ത് പി ഡാഷ് ഇസ് ഈക്വൽ ടു √2m ഇൻറ്റു കൈനറ്റിക് എനർജി കൊടുക്കണം. പക്ഷെ അവിടെ കൈനറ്റിക് എനർജി എന്തായി മാറി? 16 ടൈംസ് ആയി മാറി. 16 ടൈംസ് കെ ഇ ഐ. അങ്ങനെയാകുന്ന സമയത്ത് വിച്ച് ഇസ് ഈക്വൽ 16 പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് √16 ഇൻറ്റു √2m കെ ഇ എഴുതി കൂടെ? എന്താ ഈ √2m കെ ഇ എന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായ മൊമെൻ്റ് ആണ്. അതാണ് നമുക്ക് എന്ത് ചെയ്താം? പി ഡാഷ് ഇസ് ഈക്വൽ ടു √16 ഇൻറ്റു പി എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 4p. അങ്ങനെ പുതിയ മൊമെൻ്റ് എന്തായി മാറി? 4 ടൈംസ് ആയി മാറി. ഇനി പുതിയ മൊമെൻ്റ് 4 ടൈംസ് ആയി മാറുന്നുണ്ടെങ്കിൽ പുതിയ പുതിയ വേവ് ലെങ്ത് എന്തായി മാറി? ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു h/p ഡാഷ് അല്ലേ കൊടുക്കണ്ടേ? പി ഡാഷ് എന്ന് വെച്ചാൽ എത്ര? 4 ടൈംസ് പി ആണ്. അങ്ങനെ എന്ത് കൊടുക്കുക? ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു h/4p എന്ന് കൊടുക്കുക. അങ്ങനെയാണ് എന്ത് പറയുക? ഈ h/p ആണ് പണ്ടേ ഉണ്ടാകുന്ന വേവ് ലെങ്ത്. അങ്ങനെയാണ് 1/4 p എന്ന് 1/4 ലാംഡ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്താ 1/4 ലാംഡ എന്ന് വെച്ചാൽ 0.25 ലാംഡ. ഇനി നമ്മുടെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ചോദിച്ചത്. എന്താ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ വേവ് ലെങ്തിൻ്റെ എപ്പോഴും പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ഇൻ വേവ് ലെങ്ത്, അതായത് ഡെൽറ്റ ലാംഡ ഡിവൈഡ് ബൈ ഒറിജിനൽ ലാംഡ ഇൻറ്റു 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് എത്ര ചേഞ്ച് എവിടെ ഉണ്ടായ? ആദ്യം ലാംഡ വേവ് ലെങ്ത് ഉള്ളത് 1/4 ആയി മാറി. അങ്ങനെ എത്ര ചേഞ്ച് ഉണ്ടായി? ദാറ്റ് ഈസ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്യുന്ന സമയത്ത്, ആ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്ന സമയത്ത് അവിടെ ലാംഡയിൽ നിന്ന് എത്ര ഇതായി? 0.25 ലാംഡയിലേക്ക് ചേഞ്ച് ആയി. അവിടെ ചേഞ്ച് എത്രയാണ്? ലാംഡ മൈനസ് 0.25 ലാംഡ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. ഡിവൈഡ് ബൈ ഒറിജിനൽ ലാംഡ വിച്ച് ഇസ് ഇൻറ്റു 100. അത് എത്ര കിട്ടി? 0.7 ഡിവൈഡ് ബൈ ലാംഡ. ഇവിടെ ഒരു ലാംഡ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് ഇൻറ്റു 100 വിച്ച് ഇസ് ഈക്വൽ ടു 75%. ഓക്കെ, 75% ഞാൻ അവിടെ വരും.